ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഈ കാലത്ത് മുത്തുനബിയിലേക്ക് തിരികെ മടങ്ങേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും കരുണ പുലർത്തണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. എങ്കിലേ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ പാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. വയ്യാത്രക്കാരനെയും ദുർബലനെയും അനാഥനെയും ചേർത്ത് നിർത്തി സർവരും ആ സത്യത്തിൽ പ്രതിചേർപ്പിച്ചു. ചെടികളും മരങ്ങളും പറവകളും മൃഗങ്ങളും ഉൾപ്പെടെ എല്ലാം ആ സൗരത്തിൽ പരിഗണിക്കപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യരോടൊന്നല്ല, പക്ഷികളോടും മൃഗങ്ങളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും. അനാവശ്യമായ പ്രകൃതിയെ നശിപ്പിക്കരുത്, മരങ്ങൾ മുറിച്ചു മാറ്റരുത്, ചെറിയ ജന്തുക്കളാണെങ്കിൽ പോലും കൊന്നു കളയരുത്, കടിയുറുമ്പാണെങ്കിൽ പോലും തീ വെച്ച് നശിപ്പിക്കരുത്, മാതാവിനെ മുഖത്ത് നോക്കി നിങ്ങൾ ഛേ എന്ന് പോലും പറയരുത്. ഇങ്ങനെ സ്നേഹത്തിന്റെ ഓരായിരം ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്തുനബി സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടെ സ്നേഹിച്ചു. ഹിജ്റയുടെ 5-ാം വർഷം മക്കയിൽ മഴ നിലച്ചു. ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിൽ മുത്തുനബിയെ വധിക്കാനും നാട് കടത്താനും ശ്രമിച്ചവർ ആകെ പട്ടിണിയിലായ സന്ദർഭം. മദീനയിൽ നിന്ന് വിവരം പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഭക്ഷ്യധാന്യങ്ങൾ സ്വീകരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവിടുത്തെ ഒരു സഹാബിയെ പറഞ്ഞയച്ചു. മക്കയിൽ ചെന്ന് മക്കയിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനായിരുന്നു അത്. അംർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഈ ഭക്ഷ്യധാന്യവുമായി മക്കയിൽ വരികയും സാക്ഷ്യം അബൂ സുഫിയാന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കൊടിയ ശത്രുപക്ഷത്ത് നിൽക്കുമ്പോഴും അവരാരും പട്ടിണി കിടന്ന് മരിക്കരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. അവരെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാണ്. സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.